നെക്ക് വിഡ്ത്ത് കുറഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു എയർലൈൻ നൈറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നെക്ക് വിഡ്ത്ത് കൂടി 2.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് വെച്ചിട്ടുള്ളത്. ഡെപ്ത്ത് നമുക്ക് വെച്ചിട്ടുള്ളത് 6 ഇഞ്ചാണ് സീം അലവൻസ് അടക്കം, അതായത് 5.5 ഇഞ്ച് റെഡി. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഷേപ്പ് ഇതിൽ വരച്ചെടുക്കുക. ഇനി ഇതിൻ്റെ സൈഡിലേക്ക് നമ്മൾ 2.5 ഇഞ്ചാണ് വിഡ്ത്ത് കൊടുക്കുന്നത്. താഴത്തേക്ക് എത്തുമ്പോൾ അത് നമ്മൾ 1.5 ഇഞ്ചാക്കിയിട്ട് കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ നല്ല വൈഡായിട്ടുള്ള ഒരു ഷേപ്പ് സൈഡിൽ നിന്ന് കിട്ടും. താഴത്തേക്ക് വീതി കുറഞ്ഞ് വന്നിട്ടുള്ള ഒരു നല്ലൊരു ഷേപ്പാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് നമ്മൾ തുണിയിൽ അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കുക. ഓൺലൈൻ കോഴ്സിൽ ചേരണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ലിങ്കിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഏത് സമയത്തും എവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ് കാണും ചെയ്യാം. നിങ്ങളുടെ പേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കും ചെയ്യാം. നെക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും ഇതുപോലെ ഒന്ന് അളന്ന് കൃത്യമാക്കിയതിന് ശേഷം കറക്റ്റായിട്ട് വെച്ച് തയ്ച്ച് വെച്ചാൽ നമ്മുടെ നെക്ക് എപ്പോഴും ഒരു വ്യത്യാസവും ഇല്ലാതിരിക്കും. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, 4 ഇഞ്ച് തയ്യൽ തുമ്പ് നിർത്തിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ഇടയ്ക്ക് ഇതുപോലെ ഒരു കട്ട് കൊടുക്കുക. കട്ട് കൊടുത്തിട്ട് ഇത് അപ്പോഴത്തേക്ക് നന്നായി ഒന്ന് മടക്കി ഭംഗിയായിട്ട് അയൺ ചെയ്തെടുക്കുക. മടക്കിയെടുത്ത നെക്കിൻ്റെ സൈഡിൽ കൂടെ ഒരു അടിപൊളി ലേസ് വെച്ച് തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇത് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലേസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾ തയ്ച്ചെടുക്കുക. ഇവിടെ വരുമ്പോൾ ഒരു കട്ട് കൊടുക്കുക. കട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കോർണർ കറക്റ്റായിട്ട് മടങ്ങി കിടക്കും. അതിനുശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്തു. ഇനി ഇതുപോലെ തന്നെ ബാക്ക് നെക്കും കൂടി കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഷോൾഡർ അറ്റാച്ച് ചെയ്യുക. ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പോക്കറ്റ് എവിടെയാണ് വെച്ച് തയ്ക്കണത് നോക്കുക. നമുക്ക് 22 ഇഞ്ചിലാണ് നമ്മളിതിൻ്റെ പോക്കറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ പോക്കറ്റും കൂടി വെച്ച് കൃത്യമായിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതുപോലെ ഒരു ടസൽസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കൃത്യമായിട്ട് വെച്ച് തയ്ച്ചു കഴിഞ്ഞാൽ അതും കാണാൻ നല്ല ഒരു ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതുപോലെ മടക്കിയെടുത്ത് കൃത്യമായിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.